മനുഷ്യജീവിതം പുറപ്പെടുവിക്കുന്നതുമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. സ്നേഹിക്കുന്നവനെ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായി കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൊഴുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ശിവന്റെ മരണത്തിന്റെയും നാഥനുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സന്തോഷിപ്പിക്കണമേ. മരണവുമില്ലാതെ ജീവൻ രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസ്യങ്ങൾ വരമിന്നരുടേണം. ആശ്രയമതിലമണയ്ക്കുന്നു മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസമാകുന്നു. മരണത്തിൻ പുനരുത്ഥാനം വരുമല്ലോ. അരുഷയിലെ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജന അന്തിമ ദിവസമുയർത്തേകം. തിരുവാക്യങ്ങൾ ശാന്തി നിരക്കുപകർന്നേടും. മർത്യന പുണരുന്നു ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യനേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർമ്മലാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാവേ നൽകണമേ. നിത്യായുസ്സിൻ പരമോന്നതമോ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല,
മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹത്തോടെയുള്ള ഒരു യാത്രാമൊഴി. സ്നേഹബഹുമാനമുള്ള ജോപ്പോളച്ച, പരേതയുടെ മറ്റ് കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരേതയായ ഈ അമ്മച്ചിക്ക് യാത്രാമൊഴി ചൊല്ലുവാൻ നാം ഏവരും ഇപ്പോൾ ഒരുമിച്ച് കൂടുകയാണ്. വിയോഗം ഒരു വശത്ത് വ്യസനം ഉളവാക്കുമെങ്കിൽ തീർച്ചയായിട്ടും വ്യസനം മാത്രമല്ല ഉളവാക്കുക, നേരെ മറിച്ച് മനസ്സിൽ നന്ദിയുടെ പൊൻപുലരി ഉളവാക്കും. പരേതയായി നമ്മുടെയൊക്കെ മുൻപിൽ കിടക്കുന്ന ഈ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് വ്യസനമോ മ്ലാനതയോ വേദനയോ സഹനമോ ഒന്നുമല്ല. എനിക്ക് ഈ മുഖത്ത് കാണാൻ സാധിക്കുന്നത് സന്തുഷ്ടിയാണ്. സന്തുഷ്ടി, സംതൃപ്തി. ഞാൻ ചിന്തിച്ചു പോവുകയാണ്, എവിടെ നിന്നുണ്ടായി ഈ സംതൃപ്തി? തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സംതൃപ്തി നമുക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കുക, ജീവിതത്തിൽ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ നിറവേറ്റി എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയുള്ളൊരു ബോധ്യമില്ല എങ്കിൽ ഒരുപക്ഷെ എത്ര പ്രായമായാലും നമ്മളിൽ ഉണ്ടാകുക പരാതിയായിരിക്കും, ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വേദനയായിരിക്കും, അസംതൃപ്തിയായിരിക്കും, ഒക്കെ. ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെല്ലാം നിറവേറ്റി എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടിയാണ് നമ്മുടെ ഇടയിൽ നിന്നും വിടവാങ്ങുക. നേരെ മറിച്ച് ദൈവത്തിന് ആയിരം നന്ദി അർപ്പിക്കുന്നതോടൊപ്പം നമ്മൾ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവമേ, സ്നേഹപുരസ്സരം അങ്ങ് ഈ സഹോദരിയുടെ ആത്മാവിനെ തൻ്റെ കരങ്ങളിലേക്ക് സ്വീകരിക്കുമാറാകണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. കാലത്ത് ഒരുപക്ഷെ നമ്മുടെ ബലഹീനതകൾ നിമിത്തം വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ദൈവം ദയാപൂർവം ക്ഷമിച്ച് സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഈ സഹോദരിയെ ആനയിക്കുമാറാകണമേ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നാം എല്ലാവരും പ്രാർത്ഥിച്ചു പോവുകയാണ്. അതോടൊപ്പം മരിച്ചു കിടക്കുന്ന ഈ സഹോദരി നമുക്ക് ഓരോരുത്തർക്കും ഒരു സന്ദേശം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും ഒരു സന്ദേശം നൽകുന്നുണ്ട്. നാമം ഒരു ദിവസം ഇതുപോലെ മരിക്കണം എന്നുള്ള സന്ദേശം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു സന്ദേശം. ഏതെല്ലാം ജീവിതാവസ്ഥയിൽ ജീവിതാന്തസ്സിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്താലും ആ ജീവിതാന്തസ്സിൽ ഉത്തമ ബോധ്യത്തോടെ ഉറച്ച സംതൃപ്തിയോടെ ദൈവ തിരുമനസ്സിനോട് പൂർണ്ണമായ വിധേയത്വത്തോടെ നിലകൊള്ളുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ. ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു സന്യാസിനി എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ,
പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന നിലയിൽ, മകന് അല്ലെങ്കിൽ മകൾ എന്ന നിലയിൽ, നമ്മൾ ഏതെല്ലാം ജീവിതാവസ്ഥയിൽ ജീവിക്കുന്നവരായാലും ദൈവത്തിൻ്റെ മനസ്സിനോട് വിധേയത്വം പുലർത്തി ജീവിക്കുവാൻ നമുക്കും ഇടവരട്ടെ. ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും വന്നു പോകും, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും, എന്നാൽ അതോടൊപ്പം അനുഗ്രഹങ്ങളും വന്നണയും. അവിടെയെല്ലാം ചഞ്ചല മാനസരായി മുന്നോട്ട് പോകാൻ നമുക്കാവരുത്. നേരെ മറിച്ച് ദൈവ കൃപയെ മുറുകെ പിടിച്ചുകൊണ്ട്, ഒരു കണക്കിന് പറഞ്ഞാൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാമും ഈ ലോകത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുകയും സംതൃപ്തിയോടെ മരണമടയുകയും ചെയ്യും. അതിനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ എന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കൈൻ സഭയുടെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും പേരിൽ, ചൂരക്കൽ കുടുംബാംഗങ്ങളോടും പ്രത്യേകിച്ച് ഈ മരിച്ചുപോയ അമ്മച്ചിയുടെ മക്കളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഏറ്റവും വ്യക്തിപരമായിട്ട് പ്രിയങ്കരനായ ജോപ്പോളച്ചനോടും ഞങ്ങളുടെ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും പരവതയ്ക്ക് വേണ്ടിയെന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. നന്ദിയുടെ ഒരു വാക്ക് ജോപ്പോളച്ചന് വേണ്ടി പറയുകയാണ്. ഇന്ന് അമ്മച്ചിയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും യാത്രാമൊഴിയുടെ നല്ല സന്ദേശം ഞങ്ങൾക്ക് പങ്കുവച്ചു തന്ന പള്ളോട്ടാൻ സഭയുടെ നാഗപ്പൂർ പ്രൊവിൻസിൻ്റെ വൈസ് പ്രൊവിൻഷ്യൽ മാത്യു പനക്കുലച്ചനോട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നന്ദി ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഒപ്പം ജോപ്പോളച്ചൻ ജോലി ചെയ്യുന്ന പ്രിൻസിപ്പലായിരിക്കുന്ന പള്ളോട്ടി ഹിൽസ് സ്കൂളിലെ PTA സ്റ്റാഫ് അംഗങ്ങളും ആ സ്ഥലത്തുള്ള മഠങ്ങളിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അവിടുത്തെ പള്ളോട്ടൻ സ്കൂളിലെ വിദ്യാർത്ഥികളും വളരെയധികം പേര് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം വിൻസെക്ഷൻ സഭയുടെ മേരിമാതാ പ്രൊവിൻസിൻ്റെ വൈസ് പ്രൊവിൻഷ്യൽ ജോർജ് പൊട്ടേലച്ചൻ ഇവിടെയുണ്ട്. അച്ഛനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം പള്ളോട്ടൻ സഭയിലെ ജോപ്പളച്ചനായിരുന്ന സഭയിലെ വളരെയധികം അച്ഛന്മാർ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാനും ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഇവിടെ ആയിട്ടുണ്ട്. എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും മറ്റ് കുടുംബാംഗങ്ങൾക്കും ചേട്ടന്മാരുടെ ഇൻചാർജിറ്റിയുടെയും ഭാര്യ കുടുംബങ്ങളിൽ നിന്നും ആനി ചേച്ചിയുടെ സ്കൂളിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ള എല്ലാവരോടും ഏറ്റവും നന്ദിയോടെ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ബാബുച്ചേട്ടന് വേണ്ടിയിട്ട് 5ാം ജന്മദിനത്തിൽ 9 മണിയിലെ വിശുദ്ധ കുർബാനയിലും മറ്റ് തിരുക്കർമ്മങ്ങളിലുമെല്ലാം എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു ബാബുച്ചേട്ടന് വേണ്ടിയിട്ട്. നമുക്കെല്ലാവർക്കും താപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപോകുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാൽഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ,
നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളുടെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവനുയരും ഞാനാകുന്നു, കരേരുദേവം കരുണയോടന്തികമാർന്നഖിലേശം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീ തിരുനാൾ ന്യായാധിപനായ കർത്താവേ, ഈ ദിവസം നീതിയുടെ മടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പുത്രർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം അമ്മച്ചിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.